السلام عليكم ورحمة الله تعالى وبركاته. أعزائي الطلبة، مرحبا بكم إلى أكاديمية عربية. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA അറബിക്കിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ക്ലാസിക്കൽ ആൻഡ് മെഡീവൽ പ്രോസ് എന്ന സബ്ജക്റ്റിലെ ആദ്യത്തെ ഒരു ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസിക്കൽ ആൻഡ് മെഡീവൽ പ്രോസ് എന്ന സബ്ജക്റ്റിന്റെ സിലബസ് പ്രകാരമുള്ള ഫസ്റ്റിലെ ബ്ലോക്കിൽ ആദ്യത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു സ്റ്റഡി നോട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതില് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിവിടെ സ്റ്റഡി മെറ്റീരിയൽ അതിന് പുറമെ പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചില നോട്ട്സുകൾ തയ്യാറാക്കുകയും ആ നോട്ട്സുകളുടെ ക്ലാസ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫസ്റ്റില് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അതായത് ക്ലാസിക്കൽ ആൻഡ് മിഡീവൽ പ്രോസ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടുകളാണ് അതിൽ വരുന്നത്. ഒന്ന് ക്ലാസിക്കൽ ലിറ്ററേച്ചറും അതേപോലെ തന്നെ മെഡീവൽ ലിറ്ററേച്ചറും. ക്ലാസിക്കൽ ലിറ്ററേച്ചർ കൊണ്ട് പ്രധാനമായിട്ട് ഒരു പീരീഡ് ബേസിൽ നോക്കുമ്പോൾ പ്രീ ഇസ്ലാമിക് പീരീഡ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രീ ഇസ്ലാമിക് പീരീഡ് അഥവാ അസ്റുൽ ജാഹിലിയുടെ സാഹിത്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു കോമൺ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റിലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് കണക്ക് കൂട്ടുക. നെക്സ്റ്റ് അടുത്ത ഭാഗങ്ങളിൽ ഇതിന്റെ ഓരോ ഭാഗങ്ങൾ, അതായത് അസ്റുൽ ജാഹിലിയുടെ അദബിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വിശദമായിട്ട് നോട്ടായിട്ട് തന്നെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പിന്നെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അദബുൽ അറബി ഫിൽ അസ്റുൽ ജാഹിലി, ഇതൊരു മുഖദ്ദിമ, ഈ ഒരു എസ്സേയുടെ ഓരോ എസ്സേകളാണ്. നമുക്ക് ഒരു എസ്സെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത് പാരഗ്രാഫായിട്ട് അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന സമയത്തൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സൗകര്യപ്രദമാവും. നമുക്ക് ആദ്യം അതിന്റെ ഈ ഒരു എസ്സേയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട് പിന്നെ അതിന്റെ വിഷയങ്ങളിൽ അതിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാം. മുഖദ്ദിമ. الأدب العربي في العصر الجاهلي يمثل مرحلة مهمة في تاريخ الأدب العربي. الأدب العربي في العصر الجاهلي, ജാഹിലിയ കാലഘട്ടത്തിലെ സാഹിത്യം, അറബി സാഹിത്യം. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് പീരീഡിന് തൊട്ടുമുമ്പുള്ള, അതായത് ഇസ്ലാമിന്റെ ആഗമനത്തിന്റെ മുമ്പുണ്ടായിരുന്ന അറേബ്യൻ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന സാഹിത്യ രൂപങ്ങളാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത് യുമസ്സിലു മർഹലതൻ മുഹിമ്മതൻ ഫി താരിഖിൽ അദബിൽ അറബി. അറബി സാഹിത്യ ചരിത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹൈസു തമയ്യസത് ഹാദിഹിൽ ഫത്ര ബിൽ ഗിന സഖാഫി വത്തനവുഇൽ അദബി. ഈ ഒരു കാലഘട്ടം, ഹൈസു തമയ്യസത് ഹാദിഹിൽ ഫത്ര, ഈ ഒരു കാലഘട്ടം വേറിട്ട് നിൽക്കുന്നു. ബിൽ ഗിന സഖാഫി, സാംസ്കാരികമായ സമ്പന്നത കൊണ്ട്, വത്തനവുഇൽ അദബി, വൈവിധ്യമാർന്ന സാഹിത്യ ഇനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ സാഹിത്യ വൈവിധ്യങ്ങൾ കൊണ്ടും സാംസ്കാരിക സമ്പന്നത കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ജാഹിലി പീരീഡ് അഥവാ പ്രീ ഇസ്ലാമിക് പീരീഡ് എന്ന് പറയും. وعلى الرغم من عدم وجود تدوين واسع في هذه الفترة, ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വിശാലമായ രൂപത്തിൽ സാഹിത്യ രചനകളോ അല്ലെങ്കിൽ ചരിത്രമോ വേണ്ടത്ര രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടെയും, തദ്വീൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക, അതിന്റെ നമ്മൾ ചരിത്രത്തെ, സംസ്കാരത്തെ, സാഹിത്യത്തെ ഒക്കെ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് തദ്വീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യവസ്ഥാപിതമായ രൂപത്തിൽ അവിടെ നടന്നിട്ടില്ല എങ്കിൽ കൂടിയും ഇല്ല എന്നൽ അറബൽ ജാഹിലിയൻ, പക്ഷെ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ തറഖു തുറാസൻ അദബിയൻ സരിയൻ,
അവര് വളരെ സമ്പന്നമായ ഒരു സാഹിത്യ പൈതൃകത്തെ അവർ ബാക്കി വെച്ചിട്ടുണ്ട്. ഹഫ്ലത്തു ഹുസ്സാക്കിർ അൽ ജമാഇയ്യ, അത് ആ ഒരു സാഹിത്യ ത്തിന്റെ പൈതൃകത്തെ സംരക്ഷിച്ചു നിർത്തിയത് നേരത്തെ പറഞ്ഞ തദ്വീന് കൊണ്ടല്ല, മറിച്ച് അസ്സാക്കിർ അൽ ജമാഇയ്യ, ഒരു സാമൂഹികമായിട്ടുള്ള മെമ്മറി, ഓർമ്മകളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ അത് മനഃപ്പാടമാക്കി അടുത്ത തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടാണ് ആ ഒരു സാഹിത്യ പൈതൃകം സൂക്ഷിച്ചത്. വന്തക്കലം ജീലിൻ ഇലാ ജീലിൻ, അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് അത് കൈമാറി കൈമാറി വന്നു. യുഅദ്ദുൽ അദബുൽ ജാഹിലി മിർആതൻ തഅകിസു ഹയാത്തൽ അറബി ഖബ്ലൽ ഇസ്ലാം. ജാഹിലിയ പീരീഡിലെ സാഹിത്യം അത് ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന അറബികളുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്, ഒരു മിർആത്താണ്, ഒരു മിർആത്തുൻ തഅകിസു ഹയാത്തൽ അറബി ഖബ്ലൽ ഇസ്ലാം. ശരിക്കും അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അവര് സാഹിത്യമായാലും സാംസ്കാരികമായിട്ടുള്ള അവരുടെ ജീവിതങ്ങളും അവരുടെ സാമ്പത്തിക അവസ്ഥകളും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. ബിമഫിദാലിക മുഅ്തഖദാതുഹും, അതില് ആ സാഹിത്യത്തില് അവരുടെ വിശ്വാസങ്ങള് ഉൾച്ചേർന്നിട്ടുണ്ട്. വഖയമഹുമുൽ ഇജ്തിമാഇ, അവരുടെ സാമൂഹികമായിട്ടുള്ള മൂല്യങ്ങള്, അവരുടെ സാമൂഹികമായിട്ടുള്ള പെരുമാറ്റങ്ങളിലും ഇടപെടലുകളിലും അവർ എന്തെല്ലാം മൂല്യങ്ങളാണ് പുലർത്തിയിരുന്നത്, അതെല്ലാം മനസ്സിലാക്കാൻ ഈ സാഹിത്യം നമ്മെ സഹായിക്കുന്നു. വതതല്ലുആതിഹിം വഅഹ്ലാമും, അവരുടെ സ്വപ്നങ്ങള്, അവരുടെ പ്രതീക്ഷകള്, ഇതെല്ലാം ഈ സാഹിത്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇനി അൽ ബി അൽ ജുഗ്റാഫിയ വൽ ഇജ്തിമാഇയ വതഅ്സീറുഹ അലൽ അദബിൽ ജാഹിലി. ഇനി നമ്മള് വളരെ പ്രാഥമികമായിട്ട് ആ കാലഘട്ടത്തിലെ ഒരു ജോഗ്രഫിക്കൽ എൻവയോൺമെന്റ് എന്തായിരുന്നു, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു, അതെങ്ങനെയാണ് സാഹിത്യത്തെ സ്വാധീനിച്ചത്, ഇത് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ ഇൻഷാ അല്ലാഹ് പഠിക്കും. كانت البيئة الصحراوية هي البيئة الرئيسية التي عاش فيها العرب الجاهليون. كانت البيئة الصحراوية, അവിടെ ഉണ്ടായിരുന്ന ഒരു മരുഭൂമി പോലെയുള്ള, നമുക്കറിയാം അറേബ്യൻ പ്രദേശങ്ങള് മരുഭൂമിയാണ് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു കണക്കിലുള്ള അന്തരീക്ഷം, ചുറ്റുപാട്, എൻവയോൺമെന്റ്, ജാഹിലിയ അറബികൾ ജീവിച്ചിരുന്ന പ്രധാനമായിട്ടുള്ള വളരെ മുഖ്യമായ ഒരു പരിതസ്ഥിതി എന്ന് പറയുന്നത് മരുഭൂമിയുടെ സമാനമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയായിരുന്നു. വല്ലത്തി അസ്തറത്ത് ബിശക്ലിൻ കബീരിൻ അലാ തബീഅത്തിൽ അദബിൽ ജാഹിലി. അത് തീർച്ചയായിട്ടും അത് അവരുടെ ജാഹിലിയ സാഹിത്യത്തിന്റെ പ്രകൃതത്തെ വളരെ വലിയ അളവിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇൻഅകസത്ത് സുഊബത്തുൽ ഹയാത്തി സഹ്റാവി, അവരുടെ മരുഭൂമിയിലുള്ള ആ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, അതിന്റെ കഷ്ടപ്പാടുകളെല്ലാം അത് പ്രതിഫലിച്ചിട്ടുണ്ട്. വളുറൂഫുൽ ഖാസിയ, അവിടെ ഉണ്ടായിരുന്ന വളരെ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളും സാഹിത്യത്തില് അത് പ്രതിഫലിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്ന വളരെ പരുക്കൻ ജീവിത സാഹചര്യങ്ങള് അവരുടെ സാഹിത്യത്തെയും അതുപോലെ പരുഷമായിട്ടുള്ള ഒരു പരുക്കൻ സാഹിത്യ രൂപമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഈ ജാഹിലിയ സാഹിത്യത്തിൽ വളരെ വളരെ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് തർക്കീസ് അൽ കബീർ, വളരെ വലിയ ഒരു ഫോക്കസ് നൽകിയിട്ടുള്ളത് എവിടെയാണ്? അല മൗദൂഅത്തിൻ, ചില വിഷയങ്ങളിലാണ്. ഇതുപോലെ മിസ്ൽ അൽ കറം, ഒരു ആളുകൾ ഒരു ഉദാരത, വശജാ, ധീരത, വസ്സബ്ർ, ക്ഷമ, വൽഫഖർ, എന്താ പറയാ, പൊങ്ങച്ച് നടിക്കുക, ഇതുപോലെയുള്ള സ്വഭാവ വിശേഷങ്ങളെ പ്രത്യേകം എടുത്തു കാണിക്കുന്ന സാഹിത്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. كان المجتمع الجاهلي مجتمعا قبليا يتسم بالنظام الاجتماعي القائم على القبيلة. ഇനി അവരുടെ ഒരു സാമൂഹിക പശ്ചാത്തലം പറയുകയാണെങ്കിൽ ജാഹിലിയ സൊസൈറ്റി മുജ്തമഅൻ ഖബലിയൻ, ഒരു ട്രൈബൽ സൊസൈറ്റിയാണ്. എന്താ പറയാ, ഒരു ഗോത്ര സംസ്കാരത്തെ പിന്തുടരുന്ന സമൂഹമായിരുന്നു. യത്തസ്ബു ബിന്നലാമിൽ ഇജ്തിമാഇ അൽ ഖായിമ അലൽ ഖബീല, ഗോത്രങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഗോത്രങ്ങളുടെ മേൽ നിലനിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ സ്വീകരിച്ചിരുന്ന ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹിത്യവും അവരുടെ ആ ഒരു ഗോത്രത്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റിനെ
ശക്തിപ്പെടുത്താനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് സാഹിത്യവും. അശ്ശുറാഉ കാനൂ യുഅ്തബറൂന സൗത്തൽ ഖബീല. കവികളൊക്കെ ഓരോ ഗോത്രത്തിന്റെയും ശബ്ദമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഒരു ഗോത്രത്തിൽ ഒരു കവി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഒരു അഭിമാനമായിരുന്നു. കാരണം ആ ഗോത്രത്തിന്റെ പ്രസിദ്ധി ലോകമെങ്ങാനും ലോകം മുഴുക്കയും വ്യാപിപ്പിക്കാൻ ആ ഒരു കവിക്ക് സാധ്യമാകുമെന്നൊരു വിശ്വാസമായിരുന്നു അവർക്ക്. യുദാഫിഊന അൻഹ, ആ ഗോത്രത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് പ്രതിരോധം തീർക്കാൻ ആ കവികൾ തയ്യാറാകും. വയംദഹൂനഹ, ആ ഗോത്രത്തെ അവർ പ്രശംസിക്കും. വയഹ്ജൂന അദഹ, ആ ഗോത്രങ്ങളുടെ ശത്രുക്കളെ ഹിജ ചെയ്ത്, ഹിജ എന്ന് പറഞ്ഞാൽ അപഹസിച്ച്, പിന്നെ അവരെ ആക്ഷേപഹാസ്യങ്ങൾ കൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ ഈ കവികൾക്ക് സാധ്യമാകുമെന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. وهذا يفسر وجود عدد كبير من القصائد التي تدور حول الفخر بالقبيلة والحروب التي خاضتها. അതുകൊണ്ട് തന്നെ وهذا يفسر وجود عدد كبير من القصائد, ധാരാളം കവിതകൾ ഉണ്ട് എന്നതിനെ അത് വിശദീകരിക്കുന്നു. എങ്ങനെയുള്ള കവിതകളാണ്? അല്ലത്തി തദൂർ ഹൗല അൽ ഫഖ്ർ ബിൽ ഖബീല, ഗോത്രത്തിന്റെ മേൽ മേനി നടിക്കുന്ന, പൊങ്ങച്ചം കാണിക്കുന്ന ഒരുപാട് കവിതകൾ ജാഹിലി പീരീഡിൽ ഉണ്ടായിരുന്നു. വൽ ഹുറൂബ് ലത്തി ഹാലത്ത്, അതുപോലെ തന്നെ ഗോത്രങ്ങൾ പങ്കെടുത്തിരുന്ന ഒരുപാട് യുദ്ധങ്ങളെ പുകഴ്ത്തിയും അല്ലെങ്കിൽ യുദ്ധങ്ങളെ വർണ്ണിച്ചുകൊണ്ടൊക്കെയുള്ള ധാരാളം കവിതകൾ അവിടെ ലഭ്യമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പൊതുവെ ജാഹിലിയ പീരീഡിലെ ഒരു സാഹിത്യത്തിന്റെ പ്രത്യേകതകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഹസായിസ്. ഈ ഹസായിസുൽ അദബുൽ ജാഹിലി എന്ന് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്സേയൊക്കെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അൽ ഫസാഹ വൽ ബലാഗ, ഒന്നാമത്തേത് സാഹിത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് പറയുന്നത് വളരെ ഫസീഹായിട്ടുള്ള ബലീഗായിട്ടുള്ള സാഹിത്യമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഫസാഹത്ത് എന്ന് പറയുമ്പോൾ ഭാഷാശുദ്ധി, നല്ല ശുദ്ധമായ ഭാഷാ രീതികളാണ്. അതുപോലെ തന്നെ വൽ ബലാഗ, വളരെ മികച്ച സാഹിത്യ അലങ്കാരങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള സാഹിത്യങ്ങളാണ് അവരുടേത്. തമയ്യസ അൽ അദബുൽ ജാഹിലി ബിഖുവ്വത്തിൽ ഫസാഹ, ശക്തമായിട്ടുള്ള ഒരു ഫസാഹത്ത്, എന്താ പറയാ, ശുദ്ധി പുലർത്തുന്ന സാഹിത്യമായിരുന്നു. വൽ ഖുദ്റ അല ഇസ്തിഖ്ദാമിൽ ലുഗ ബിശക്ലിൻ മുഖസ്തഫിൻ, അതുപോലെ തന്നെ ഭാഷയെ വളരെ തിക്കായിട്ട്, എന്താ പറയാ, വളരെ ഘനമുള്ള രൂപത്തിൽ, മുഖസ്തഫ് എന്ന് പറഞ്ഞാല് ആശയങ്ങളെ ഒരുപാട് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭാഷയെ ഉപയോഗിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു. ലിത്തഅബീർ അനിൽ അഫ്കാരി വൽ മശായിർ, അവരുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ പ്രകടിപ്പിക്കാൻ വളരെ മുഖസ്തഫായ രീതിയിൽ തന്നെ. മുഖസ്തഫ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഷയില്, പ്രയോഗങ്ങളില് ആശയത്തെ നന്നായിട്ട് ഉൾച്ചേർത്തി നല്ല തിക്കായിട്ടുള്ള രൂപത്തിൽ അവതരിപ്പിക്കുക. وكانت هذه الفصاحة نتيجة لتفاعل العرب المستمر مع الطبيعة والقبائل المحيطة. ഈ ഒരു ഫസാഹത്ത് ജാഹിലിയ പീരീഡിലെ അറബികൾക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം നതീജത്തുൽ ലിതഫാഉലിൽ അറബിൽ മുസ്തമിർ മഅ തബീഅ, അവരെ പ്രകൃതിയുമായിട്ടും വൽ ഖബായിൽ മുഹീത, അവരുടെ ചുറ്റുപാടുമുള്ള ഗോത്രങ്ങളുമായിട്ടൊക്കെ ഉള്ള സ്ഥിരമായിട്ടുള്ള നൈരന്തര്യമായിട്ടുള്ള അവരുടെ ഇടപെടലുകളുടെ ഫലമായിട്ടാണ് ഈ ഒരു ഫസാഹത്ത് രൂപപ്പെട്ടു വരുന്നത്. മിമ്മ ദഫഅഹും ലിതത്വീർ ലുഗതിഹിം, അതവരെ അവരുടെ ഭാഷയെ വികസിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ലിതുസ്ബിഹ അദാതൻ ഖവിയ്യതൻ ലിതഅ്സീർ വൽ ഇഖ്നാ, മറ്റുള്ളവരിൽ സ്വാധീനമുണ്ടാക്കാനും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ശക്തമായ ഒരു ടൂളായിട്ട് ഭാഷയെ പരിവർത്തിപ്പിക്കാൻ, ഭാഷയെ ഡെവലപ്പ് ചെയ്യാൻ അവരെ അത് പ്രാപ്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് അശ്ശഅറു ഉസ്ലൂബിൻ അദബിയ്യിൻ റഈസി, കവിതയായിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട. പൊതുവെ ജാഹിലിയ പീരീഡിൽ സാഹിത്യം എടുത്ത് പറയുമ്പോൾ കവിതയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ശൈലി എന്ന് പറയുന്നത്. അശ്ശഅറു ഹുസ്സിമൽ അബ്റസ് ഫിൽ അദബിൽ ജാഹിലി, ജാഹിലിയ പീരീഡിലെ സാഹിത്യത്തിൽ ഏറ്റവും പ്രകടമായി നിൽക്കുന്ന ഒരു അടയാളം എന്ന് പറയുന്നത് കവിതയാണ്. വഖദ് തമയ്യസ അശ്ശഅറുൽ ജാഹിലി ബിഅന്നഹു വസീല റഈസിയ്യ ലിതഅബീർ അൻ മുഖ്തലിഫി ജവാരിബിൽ ഹയാത്ത്. വഖദ് തമയ്യസ അശ്ശഅറുൽ ജാഹിലി, ജാഹിലിയ പീരീഡിലെ സാഹിത്യം, കവിത അത് വേറിട്ട് നിൽക്കുന്നു. ബിഅന്നഹു വസീലത്തുൻ റഈസിയ്യ, അതൊരു വളരെ പ്രധാനപ്പെട്ട മുഖ്യമായ ഒരു മാധ്യമമായിരുന്നു. എന്തിന്? ലിതഅബീർ അൻ മുഖ്തലിഫി ജവാനിബിൽ ഹയാത്ത്, ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ ആഖ്യാനം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു മാധ്യമമായിട്ട് മറ്റു ഗദ്യത്തെക്കാൾ കവിതയെയാണ് അവർ ഉപയോഗിച്ചത്. തതവറ ശിറു ലിയുസ്ബിഹ വസീലത്തൻ ലിതിഫാനിൽ ഖിയമൽ ഖബലിയ, അവരുടെ ഗോത്രമൂല്യങ്ങളെ
ട്രൈബൽ വാല്യൂസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രധാന മാധ്യമമായിട്ട് കവിതയെ ഡെവലപ്പ് ചെയ്തെടുത്തു. തഅബീറനിൽ ഇന്തിസാറാത്തി വൽ ഹസാൻ, അവരുടെ വിജയങ്ങളെയും പരാജയങ്ങളെയൊക്കെ ആഖ്യാനിക്കാനും ഒക്കെ ഈ കവിതയെ അവർ ഉപയോഗിച്ചു. മറ്റൊരു പോയിന്റ് സാഹിത്യത്തിൽ പറയുമ്പോൾ അതിലെ വിഷയങ്ങളാണ്. സാഹിത്യത്തിൽ അവർ കൊണ്ടുവന്നിരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ടോപ്പിക്കുകൾ الموضوعات الأساسية تنوعت موضوعات الأدب الجاهلي وركزت على വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ തന്നെ ആ സാഹിത്യം ഫോക്കസ് ചെയ്തിരുന്നത് ചില പ്രധാനപ്പെട്ട ഊന്നൽ നൽകിയിരുന്ന ചില പ്രധാന വിഷയങ്ങളുണ്ട്. അതിൽ ആ ചില വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് അൽ മദ്ഹ് വൽ ഫഖർ, പ്രകീർത്തനങ്ങൾ, അതുപോലെ തന്നെ പൊങ്ങച്ചങ്ങള്, ഗോത്രങ്ങളുടെയോ വ്യക്തികളുടെയോ ഒക്കെ പേരിലുള്ള പൊങ്ങച്ചം. ഹൈഫുദാന ഷുറ യംദഹുന അൽ ഖബീല വസഅമഅഹ, ഗോത്രത്തെയും ഗോത്ര നേതാക്കന്മാരെയും ഒക്കെ അവർ പ്രകീർത്തിക്കും. വയഫ്ഖറൂന ബിബുതൂലാതിഹിം, ആ ഗോത്രങ്ങളിലെ ധീരരായിട്ടുള്ള നായകന്മാരെയോ അവരുടെ ഗോത്ര പ്രമുഖരെയൊക്കെ അവരുടെ വീരേതിഹാസങ്ങൾ കൊണ്ട് അവര് പൊങ്ങച്ചം പറയാം. വശജഅതിഹിം, അവരുടെ ധീരത. ഫിൽ ഹുറൂബ്, യുദ്ധങ്ങളിലൊക്കെ അവർ കാണിച്ചിരുന്ന ധീരതകളെ കുറിച്ചൊക്കെ എടുത്ത് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം ഹിജ ആണ്. ഹിജ എന്ന് പറയുമ്പോൾ മറ്റു ഗോത്രങ്ങളെയോ വ്യക്തികളെയൊക്കെ അപഹസിക്കാനോ അവർ ആക്ഷേപിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ശൈലിക്കാണ് ഹിജ എന്ന് പറയാം. ആക്ഷേപഹാസ്യം. ഇസ്തിഖ്ദാമുൽ ഹിജ ലിൽ ഇന്തിഖാസി മിനൽ അഅദ, ശത്രുക്കളെ കുറച്ച് കാണിക്കാനോ അവരുടെ ന്യൂനതകൾ പുറത്തു കാണിക്കുക. ഇൽഹാർ അൽ അഫിഹിം, അവരുടെ ദൗർബല്യത്തെ പ്രകടിപ്പിക്കാനൊക്കെയാണ് ഹിജ ഉപയോഗിച്ചിരുന്നത്. അരിസ, മറ്റൊന്ന് അനുശോചനാണ്. അലജി അത്തഅബീർ അനിൽ ഹുസ്ൻ വൽ അസ, ദുഃഖവും സങ്കടമൊക്കെ പ്രകടിപ്പിക്കാനാണ്. ലിഫുഖ്ദാൻ അൽ അശ്ഖാസ് അൽ ബാരിസീന ഫിൽ ഖബീല, ഗോത്രത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ അവരുടെ നിര്യാണത്തിലൊക്കെ ദുഃഖവും സങ്കടവും രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. മറ്റൊന്ന് അൽ വസ്ഫ്, വർണ്ണനകളാണ് പ്രകൃതിയെയും മറ്റൊക്കെ. വസ്ഫ് ത്വബിയ സഹ്റാവിയ, മരുഭൂമിയുടെ ആ വിശാലമായിട്ടുള്ള പരുക്കൻ ജീവിത സാഹചര്യങ്ങളെ വർണ്ണിക്കാനും കവിത ഉപയോഗിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മിൻ ജിബാലിൻ വ ഔദിയത്തിൻ വ ഹൈവാനാത്ത്, താഴ്വാരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ, പർവ്വതങ്ങളെ ഒക്കെ വർണ്ണിക്കാം. അത്തരം കവിതകള് അറബികളുടെ അവരുടെ അന്തരീക്ഷം, അവരുടെ പരിതസ്ഥിതികളുമായിട്ടുള്ള ശക്തമായ ബന്ധത്തെ അത് പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യവും കവിതകളുമായിരുന്നു അവ. മറ്റൊന്നാണ് അൽ ഗസൽ, ശൃംഗാരം. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രണയത്തെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കവിതകൾ. തുറക്കിസു അൽ ഖസായിദ് അൽ ഗസലി അല വസ്ഫിൽ ഹുബ്ബി വൽ ജമാൽ, സൗന്ദര്യത്തെയും സ്നേഹത്തെയും വർണ്ണിക്കാനാണ് ഇത്തരം ഗസലിയായിട്ടുള്ള ശൃംഗാര കവിതകൾ ഉപയോഗിച്ചിരുന്നത്. തഅതബിറു ഖസായിദ് മിസ്ല അൽ മുഅല്ലഖാത്ത്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളാണ് മുഅല്ലഖാത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കവിതകൾ. ഇത് മിസാലൻ റായിഅൻ അല ഹദൻ മിന അശ്ശാർ, ഗസലിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മാതൃകകളാണ് മുഅല്ലഖാത്തുകൾ. അപ്പൊ നമുക്ക് ഷെയർ ജാഹിലിയയുടെ അതാണ് പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയ. ജാഹിലിയ പീരീഡിലെ സാഹിത്യം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും മുളച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രകടമായി കാണുന്നത് ഷെയർ ജാഹിലിയാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു വിവരണം മനസ്സിലാക്കാം. എന്താണ് ഷെയർ ജാഹിലിയയിലെ പ്രത്യേകത? അഷേറുൽ ജാഹിലി ഹുവ അർഖ അഷ്കാലിൽ അദബിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ സാഹിത്യ രൂപങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളതായിരുന്നു ജാഹിലിയ കവിത. വഖദ് തതവ്വറ ലിയുസ്ബിഹ നമൂദജൻ ലിൽ ബലാഗത്തി വൽ ഫസാഹ, ഒക്കെ തതവ്വറ, അത് വികസിച്ചു വന്നിട്ടുണ്ട്. ലിയുസ്ബിഹ നമൂദജൻ ലിൽ ബലാഗത്തി വൽ ഫസാഹ, അത് ഫസാഹത്തിന്റെയും ബലാഗത്തിന്റെയും, ഫസാഹ എന്ന് പറയുന്ന ഭാഷാശുദ്ധിയുടെയും ഭാഷാ അലങ്കാരത്തിന്റെയും ഒക്കെ സാഹിത്യ ഭംഗിയുടെയും ഒക്കെ വലിയൊരു മാതൃകയായിട്ട് ഈ കവിത മാറി വന്നിരുന്നു. കാന ശുഅറാഉ യതനഖലൂന ബൈനൽ ഖബാഇലി ലിഇൽഖാഇ ഖസാഇദിഹിം ഫി തജമ്മുആതി വൽ അസ്വാഖ്, കവികള് യതനഖലൂന ബൈനൽ ഖബാഇൽ, വിവിധ ഗോത്രങ്ങളിലൂടെ അവരിങ്ങനെ സഞ്ചരിക്കും. ലിഇൽഖാഇ ഖസാഇദിഹിം, അവരുടെ കവിതകളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫി തജമ്മുആതി വൽ അസ്വാഖ്, ഓരോ ഗോത്രങ്ങളിലെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങളോ അല്ലെങ്കിൽ മാർക്കറ്റുകള്, പിന്നെ സമ്മേളനങ്ങൾ. തജമ്മുഅത്ത് എന്ന് പറയുന്ന ഗോത്രങ്ങൾ പരസ്പരം കച്ചവടത്തിനോ മറ്റോ ആഘോഷങ്ങൾക്കോ പിന്നെ ആരാധനകൾക്കോ ഒക്കെ ഒരുമിച്ച് കൂടുന്ന തജമ്മുഅത്തുകൾ. മിസ്ല സൂഖ് ഉക്കാൽ, സൂഖ് ഉക്കാൽ പോലെയുള്ള മാർക്കറ്റുകളുണ്ട്. ഹൈസു കാന ഷെയറു യുശക്കിലു ജുസ്അൻ അസാസിയ്യ മിനൽ, ഇവിടെയൊക്കെ കവിത യുശക്കിലു ജുസ്അൻ അസാസിയ്യ മിനൽ ഹയാത്തിൽ ഇജ്തിമാഇയ്യ വസിയാസിയ്യ, രാഷ്ട്രീയപരമായും സാമൂഹികമായുമായിട്ടുള്ള ജീവിതത്തിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ഘടകമായിട്ട് ഈ കവിത രൂപപ്പെട്ടു വന്നിരുന്നു. തതമയ്യസുൽ ഖസാഇദുൽ ജാഹിലിയ്യ ബിതൻളീമിഹാ ഫി ബുഹൂരി അശ്ശഅർ, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ അവ വ്യതിരിക്തമാകുന്നത് ബിതൻളീമിഹാ ഫി ബുഹൂരി അശ്ശഅർ, കവിതകളുടെ ബഹറുകൾ എന്ന് പറയുന്ന വൃത്തങ്ങൾ അവ
വിന്യസിച്ചിരുന്നു. അല്ലത്തി വദഅഹ ലാഹിഖൻ അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഇദി. ഈ ബഹറുകളെ പിന്നീട് ഖലീൽ ബിൻ അഹമ്മദ് അൽ ഫറാഹിദി എന്ന് പറയുന്ന പണ്ഡിതനാണ് പിന്നീട് വേർതിരിച്ച് അതിനെ കൃത്യമായ പേരുകളൊക്കെ നൽകിയിട്ട് അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയത്. അതിനു മുമ്പേ ബഹറുകളുണ്ട്, പക്ഷെ അതിന് കൃത്യമായ ഒരു പേരുകളും മറ്റൊക്കെ നൽകിയിട്ട് ഒരു വ്യവസ്ഥാപിതമായ രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചത് ഖലീൽ ബിൻ അഹമ്മദ് ഫറാഹിദിയാണ്. വക്കാനത്ത് അൽ ഖസീദ ഗാലിബൻ, അതായത് പറഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിലെ കവിതകൾ കൃത്യമായ ബഹറുകൾ, അതായത് വൃത്ത പ്രാസവും ഒക്കെ പാലിച്ചിരുന്ന കവിതകളായിരുന്നു. വക്കാനത്തിൽ ഖസീദത്തു ഗാലിബൻ തബ്ദു ബിൽ ഗസൽ. പലപ്പോഴും കവിതകൾ തുടങ്ങിയിരുന്നത് പ്രണയം അങ്ങനെയുള്ള ഗസലുകൾ കൊണ്ടാണ്. അൽ വുഖൂഫ് അലൽ അത്ലാൽ എന്ന് പറഞ്ഞാൽ പ്രണയിനിയുടെ അല്ലെങ്കിൽ കാമുകിയുടെ പഴയ ഓർമ്മകളിലെ പിന്നെ സങ്കടങ്ങളും വ്യഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്തക്കലിൽ ഫഹർ, പിന്നെ ഫഹറിലേക്ക് പോകും. അതായത് ഒരു കവിതയിൽ തന്നെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എന്നർത്ഥം. വഹീർ നിലൽ മൗദൂഇ റഈസി, പിന്നെ കവിതയുടെ പ്രധാന വിഷയം എന്താണോ അതിലേക്ക് പോകും. സവാൻ കാന മദ്ഹൻ ഔ ഹിജ, ചിലപ്പോൾ മദ്ഹ് ആയിരിക്കാം അല്ലെങ്കിൽ ഹിജ ആയിരിക്കാം. എന്തായാലും ഗസൽ കൊണ്ട് തുടങ്ങുന്ന ഒരു ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അന്നസ്ർ ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ നസ്റിന്റെ ഒരു സ്വഭാവം എന്താണ്? അലറോമി മിൻ അന്നഷേർ കാന ഇഹ്തല്ല സദാറ ഫിൽ അദബിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്, അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ വന്നിരുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കവിതക്കായിരുന്നെങ്കിലും സാഹിത്യത്തില് ഗദ്യത്തിനും ഒരു പങ്കുണ്ടായിരുന്നു. ഇല്ല അന്ന ഹുനാക നസൂസൻ നസ്രിയ, ചില ഗദ്യ ശകലങ്ങൾ ഉണ്ടായിരുന്നു. മുഹിമ്മ മിസൽ അൽ ഖിതാബ് വൽ അംസാൽ വൽ ഹികം, പ്രസംഗം പോലെയുള്ള, അംസാലി ഹിക്കം പോലെയുള്ള. അംസാലി ഹിക്കം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രോവർബുകൾ അല്ലെങ്കിൽ തത്വോപദേശങ്ങൾ തുടങ്ങിയിട്ടുള്ള അത്തരം ഗദ്യരൂപങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നസ്റുഫിൽ അസ്റിൽ ജാഹിലിയ അഅ്തമിദു ബിശക്ലിൻ കബീറിൻ അല ത്വലാഖ് അൽ ലിസാനിയ. ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യ സാഹിത്യം വളരെ വലിയ ഒരു അളവിൽ അത് ആശ്രയിച്ചിരുന്നത് അല ത്വലാഖ് അൽ ലിസാനിയ, ഭാഷയുടെ ആ ഒരു ഫ്ലോ, എന്താ പറയുക, ഭാഷയുടെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒഴുക്കിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതായിരുന്നു. കാരണം എന്താ വെച്ചാൽ ജനങ്ങളെല്ലാവരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ സാഹിത്യ രൂപങ്ങൾ, അത് ഗദ്യമാണെങ്കിലും പദ്യമാണെങ്കിലും ഒക്കെ അത് കൈമാറ്റം ചെയ്തിരുന്നത് ഷഫവിയായിരുന്നു. അപ്പോ മനഃപ്പാടമാക്കാനൊക്കെ പറ്റുന്ന, എളുപ്പത്തിൽ ഹിഫ്ലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗദ്യരൂപങ്ങളായിരുന്നു. അൽ ഖിതാബ, അതിലൊന്ന് പ്രസംഗമായിരുന്നു. കാനത്തിൽ ഖിതാബ തുമസ്സിലു ഉസ്ലുബൻ ഹാമ്മൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലിയായിട്ട് നിലനിന്നു. തുമസ്സിലു ഉസ്ലൂബൻ ഹാമ്മൻ ലിത്തഅബീരി അനിർ റഅയി ഫിൽ മജാലിസിൽ ഖബ്ലിയ്യ. ഗോത്ര സദസ്സുകളിലെ അഭിപ്രായത്തെ, അവരുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് നിലനിന്നിരുന്നു. സിയാസി, അതുപോലെ തന്നെ രാഷ്ട്രീയ മേളനങ്ങളിൽ, ഇസ്തിമാഅത്ത് എന്ന് പറഞ്ഞാൽ കോൺഫറൻസുകളിൽ ഒക്കെ തമയ്യസ് അൽ ഖുതബ ഇലാ റബ്ബിൽ ഖുദ്റ അല തഅ്സീർ ഫിൽ ജംഹൂർ. അറബി ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗികർ അവർ പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്നതിൽ ശക്തമായിട്ടുള്ള കഴിവുള്ള, ആ കഴിവ് കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. തമയ്യസ, അവർ വ്യതിരിക്തമായി നടക്കും. ഖിലാലിൽ ഫസാഹത്തി വൽ ഇഖ്നാ, അവരുടെ ഭാഷാശുദ്ധിയും അതേപോലെ തന്നെ ഇഖ്നാഅ് ചെയ്യാനുള്ള കഴിവും. ഇഖ്നാഅ് ചെയ്യുന്ന മറ്റുള്ളവരെ ഒരാശയം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു കഴിവിനാണ് ഇഖ്നാഅ് എന്ന് പറയുന്നത്. അൽ അംസാൽ, മറ്റൊന്നായിരുന്നു അംസാലുകൾ. മസൽ എന്ന് പറയും, പ്രോവർബ്, പഴഞ്ചൊല്ല് പോലെയുള്ള വാക്കുകൾ. ഇന്ദശറത്തിൽ അംസാലു ബൈനൽ ഖബായിൽ, ഗോത്രങ്ങൾക്കിടയിൽ അംസാലുകൾ വളരെ വ്യാപകമായി. വസീലത്തിലെ തഅബീർ അനിൽ ഹിക്മ, അതെന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? വസീലത്തിലെ തഅബീർ അനിൽ ഹിക്മ, ഏതെങ്കിലും ഒരു ഹിക്മത്ത്, ഒരു തത്വം അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉൽ ഖിബ്ര, അല്ലെങ്കിൽ അവരുടെ അൽ മുത്രാക്കിമ മിൻ ഖിലാലി തജാറുബിൽ ഹയാത്ത്, ജീവിതാനുഭവങ്ങളിൽ നിന്നും കുമിഞ്ഞുകൂടി ഉണ്ടായിട്ടുള്ള അനുഭവ സമ്പത്തിനെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് കുറെ കാലങ്ങളിൽ ഒരു നല്ല ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയൊക്കെ അതിനെ ആറ്റിക്കുറുക്കി പറയുന്ന ഒരു സംസാരമായിരിക്കും ഈ മസൽ എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ പ്രോവർബുകളൊക്കെ ഉണ്ടാവും, അതിൽ വലിയൊരു ആശയം ഉണ്ടാവും. വകാൻ തുസ്തഖ്ദമു ഫിൽ മവാഖിഫിൽ മുഖ്തലിഫ, വ്യത്യസ്ത സാഹചര്യങ്ങൾ അവ ഉപയോഗിക്കും. ലിതൗദീഹിൻ നസിഹ, ചിലപ്പോൾ അത് ഉപദേശത്തിനായിരിക്കാം. ഔ ഇസ്തിഖ്ലാസിൽ ഇബ്ർ, അല്ലെങ്കിൽ ഒരു ഗുണപാഠം അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മിസാലുകൾ ഉപയോഗിക്കും. മറ്റൊന്ന് അൽ ഹികമു വൽ വസായ, ഉപദേശങ്ങളും തത്വജ്ഞാനങ്ങളൊക്കെയാണ്. കനത്തിൽ ഹികമു വൽ വസായ ജുസ്അൻ മിൻ തുറാസ് അശ്ശഫഹി, അതുപോലെ തന്നെ ഇങ്ങനെ ഓറൽ ആയിട്ടുള്ള, വാചികമായിട്ട് കൈമാറ്റം ചെയ്തിരുന്ന ആ പൈതൃകത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഹിക്കമ്മകളും വസായകളും ഒക്കെ. അല്ലദീന അബ്റൽ ഉസൂർ, തലമുറകളോളം അതിങ്ങനെ കൈമാറ്റം ചെയ്തു വന്നിട്ടുണ്ട്.
വഹാദി നസൂസ്, ഇത്തരം പിന്നെ ഗദ്യശകലങ്ങൾ താക്കിസുൽ ഖിയം വൽ മബാദി, ഒരുപാട് മൂല്യങ്ങളെയും പിന്നെ പ്രിൻസിപ്പൽസിനെയും ഒക്കെ പിന്നെ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ റിഫ്ലക്ട് ചെയ്യുന്നതായിരുന്നു. ലത്തിക്കാനുള്ള അറബി തസൂന ബിഹ, അറബികള് അഭിമാനം കൊണ്ടിരുന്ന അവരുടെ പിന്നെ അഭിമാനമായിട്ട് കൊണ്ടു നടന്നിരുന്ന ചില മൂല്യങ്ങളെയും ചില പ്രിൻസിപ്പിൾസെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഹിക്കമുകളായിരിക്കും. മിസൽ ഷജാ വൽ കറം, അവരുടെ മൂല്യങ്ങളിൽ വാല്യൂസിൽ പെട്ടതാണ് ഷജാഅത്തും കറമൊക്കെ, ജനറോസിറ്റിയും അതേപോലെ തന്നെ ധീരതയൊക്കെ. അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഹിക്കമുകളും അവരുടെ വാല്യൂ സിസ്റ്റത്തെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ രൂപങ്ങളിലുള്ള ഹിക്കമുകളിൽ വളരെ ചെറിയ ഗദ്യങ്ങളായിരിക്കും, വലിയ പിന്നെ കവിത പോലെ ദൈർഘ്യമില്ലാത്ത വാക്കുകളായിരിക്കും. ഓക്കെ, ഇനി ജാഹിലിയ പീരീഡിലെ സാഹിത്യത്തെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ചെറിയ രൂപത്തിൽ സൂചിപ്പിക്കേണ്ടത് ഒന്നാണ് അത്തറുദ്ദീൻ വൽ ഖബീല അലൽ അദബിൽ ജാഹിലി. മതവും ഗോത്രവും ഒക്കെ എങ്ങനെയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ സാഹിത്യത്തെ സ്വാധീനിച്ചത്? കാനദ്ദീനു അൽ ജാഹിലിയ ഖായിമൻ അല ഇബാദത്തിൽ ഔസാൻ വൽ അസ്നാം. ജാഹിലിയ കാലഘട്ടത്തിലെ മതം എന്ന് പറയുന്നത് വിഗ്രഹാരാധനകളായി മേൽ ആശ്രയിച്ച് നിന്നിരുന്ന ഒരു മത സമൂഹമായിരുന്നു. സഹാദ അലലാദം, ഇത് അവരുടെ സാഹിത്യത്തെയും പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. മിൻ ഖലാലി വുജൂദ് ഇഷാറാത്തിൻ ഇലൽ ആലിഹ, ആ കവിതകളിൽ ഒരുപാട് വിഗ്രഹങ്ങളെയും ദൈവങ്ങളെയൊക്കെ സൂചനകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വല്ലർവാഹി, അതുപോലെ തന്നെ ആത്മാവുകളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഷെയറി വന്നസരി, കവിതയിലുണ്ട്, ഗദ്യത്തിലുണ്ട്. കമാനൽ കബീല കാനത്ത് ഹിൽ മർക്കസിൽ ഇജ്തിമാഇ, അതുപോലെ തന്നെ ഗോത്രം എന്ന് പറയുന്നത് കാനത്ത് ഹിൽ മർക്കസിൽ ഇജ്തിമാഇ വ സിയാസി, ആ ഒരു സമൂഹത്തിലെ ഏറ്റവും സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള സെന്റർ പോയിന്റ്, വളരെ കേന്ദ്ര സ്വഭാവമുള്ള ഒന്നായിരുന്നു ഗോത്രം എന്ന് പറയുന്നത്. അല്ലത് എന്തമി ഇലയിൽ ഫർദ്, ഗോത്രം നമ്മൾ രാജ്യം, ഇന്ന് രാജ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റിന്റെ ഒരു സ്വഭാവത്തിലുള്ള ഒന്നായിരുന്നു ഗോത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ഗോത്രത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടാണ് ഒരു പിന്നെ വ്യക്തിയെ അടയാളപ്പെടുത്തിയിരുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുള്ള ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യക്കാരൻ, പാകിസ്ഥാനി, പിന്നെ അമേരിക്കക്കാരൻ എന്നൊക്കെ പറയുന്നത് പോലെ എന്താ പറയാ, ഓരോ ഗോത്രത്തിലേക്ക് തമീമുകാരൻ, അല്ലെങ്കിൽ ബനു എന്താ പറയാ ബനു ഖുറൈല, അങ്ങനെയൊക്കെയുള്ള പല വ്യത്യസ്തമായ ഗോത്രങ്ങളുടെ ഐഡന്റിറ്റിയാണ് അവര് പ്രധാനമായിട്ടും തങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ട് ഉയർത്തി കാണിച്ചിരുന്നത്. വകാനല്ലാതെ അതുകൊണ്ട് തന്നെ ഈ സാഹിത്യം അവരുടെ ഗോത്ര പശ്ചാത്തലത്തിലുള്ള ആചാരങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ മുന്നോട്ട് വെക്കുന്നതിൽ, അതിനെ പ്രചരിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ സാഹിത്യം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോ ഇത്രയും ഈ ഒരു ഡിസ്കസ് ചെയ്തതിൽ നമുക്ക് അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, യുഅ്തബറു അൽ അദബുൽ ജാഹിലി മർഹല അസസിയ ഫി താരിഖിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട, അറബി സാഹിത്യ ചരിത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘട്ടമാണ് ജാഹിലി പീരീഡ്. ഹൈസു ജസദ ഹദൽ അദബ് അൽ ഖിയം വത്തഖാലീദ് അല്ലതി കാനത് തഹ്കുമുൽ മുസ്തമഅ അൽ ജാഹിലി. അതായത് ഈ ജാഹിലിയ പീരീഡിലെ സാഹിത്യം അത് ജസദ ഹദൽ അദബ് അൽ ഖിയം വത്തഖാലീദ് അല്ലതി കാനത് തഹ്കുമു അൽ മുസ്തമഅ അൽ ജാഹിലി, ജാഹിലിയ സൊസൈറ്റിയെ പിന്നെ നിയന്ത്രിച്ചിരുന്ന ആചാരങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ അത് മൂർത്തവൽക്കരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് ജാഹിലിയ സാഹിത്യം എന്ന് പറയുന്നത്. വകാന ഷെർഹു വശക്കലുൽ അദബി അൽ അബ്രസ്, ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരുന്ന ഒരു സാഹിത്യ രൂപമായിരുന്നു അന്ന് കവിത എന്ന് പറയുന്നത്. അല്ലത് യുഅബ്ബിറു അൻ ഹയാത്തിൽ അറബി ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ ജീവിതത്തെ വളരെ പ്രകടമായ രൂപത്തിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നു. ഫിഹൈൻ അന്ന നസ്റകാന മൗജൂദൻ, അതേ സമയത്ത് ഗദ്യവും അവിടെ ഉണ്ടായിരുന്നു. വലാകിൻ ബിശക്ലിൻ അഖല്ല ബുറൂസൻ, വളരെ ചെറിയ രൂപത്തിലാണ് അതിന്റെ പ്രകടനം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത് വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രമാണ് പ്രകടമായി കണ്ടിരുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഅല്ലഖാത്ത് എന്ന് പറയുന്ന കവിതകളും മറ്റു കവിതകളും ഒക്കെ ഈ സാഹിത്യത്തിന്റെ മഹത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ഉണ്ടായിട്ടുള്ള അറബ് സാഹിത്യത്തിന്റെ
പുരോഗതിയിലും അതിന്റെ വികാസത്തിലും വളരെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയതായിട്ടും നമുക്ക് ഈ സാഹിത്യം ജാഹിലിയ സാഹിത്യത്തെ കാണാൻ പറ്റും. അപ്പൊ ഇത്രയാണ് അറബ് സാഹിത്യത്തിലെ ജാഹിലിയ പീരീഡിലെ സാഹിത്യത്തെ വളരെ ചുരുങ്ങിയ ഒരു രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിന്റെ ജാഹിലിയ പീരീഡിലെ സാഹിത്യത്തിന്റെ കവിതയുടെയും അതേപോലെ തന്നെ ഗദ്യത്തിന്റെയും അതിൽ തന്നെ ഓരോ വിഭാഗങ്ങളുടെയും ഒക്കെ പ്രത്യേകതകൾ വ്യത്യസ്തം അല്ലെങ്കിൽ വേറിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാ അത് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ തൽക്കാലം ഈ ഒരു ഫസ്റ്റിലെ സെഷന് ഈ ഒരു പാർട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ശുക്രൻ ലക്കും അലാ ഹുസ്നി ഇസ്തിമാഇക്കും വഅതമന്ന ലക്കും കുല്ല തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.